ഹായ്. സന്തോഷമാണേലും സങ്കടമാണേലും മടിയാണെങ്കിലും എന്തൊക്കെ ആണെങ്കിലും ഈ പ്രകൃതിയിലെ മാറി മാറി വരുന്ന ഋതുക്കൾ പോലെ തന്നെയാണ് ഈ മനുഷ്യരിലും ഇതെല്ലാം എല്ലാവരിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനെ ഓരോരുത്തരും എങ്ങനെ സമീപിക്കുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ മറികടക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നതും അത് നല്ല രീതിയിലാണോ ചീത്ത രീതിയിലാണോ പോകുന്നതെന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ ശരീരമായിട്ടോ മാനസികമായിട്ടോ ഉള്ള എന്തെങ്കിലും ഒരു പിരിമുറുക്കം കൊണ്ടാണ് നമുക്ക് മടി അനുഭവപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ മടി പിടിക്കുന്നത്? നമുക്കതുകൊണ്ട് എന്താണ് പ്രയോജനം? നമ്മളിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം? നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പ്ലസും മൈനസും നമ്മളൊന്ന് ചിന്തിക്കുക. അത് ചിന്തിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ തോന്നുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം എന്നുള്ളത് ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അല്ല, നമ്മളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്ന വെറും ബാക്കിയുള്ളവർ നമ്മൾ ചെയ്യുന്നതൊന്നും കാണുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു വിചാരങ്ങളാണ്, അതൊക്കെ എടുത്ത് മാറ്റാൻ ശ്രമിക്കുക. കാരണം ഇത് നമ്മളിലേക്ക് അടിഞ്ഞു കൂടും തോറും നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒന്നുകിൽ അവരത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാൻ നമ്മളായിട്ട് പറയുക, ഇങ്ങനെ നമ്മൾ ചോദിക്കുക. ഇനി അത് അവർക്ക് തരാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ പിന്നീട് നമ്മൾ ആ വഴിക്ക് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ സന്തോഷത്തിനായിട്ട് ഇപ്പം നമ്മളുണ്ടാക്കുന്ന ഒരു ഭക്ഷണം നമ്മളുടെ വീട്ടിലാരും പറയുന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട വേറൊരാൾക്ക് കൊടുത്തു നോക്ക്. അപ്പോൾ അവർക്കത് ഇഷ്ടമായിരിക്കുക, അത് കേൾക്കുന്ന നമുക്ക് സന്തോഷമായിരിക്കുക. നമ്മൾ നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ജീവിക്കേണ്ട, ചുറ്റും വേറെ എത്രയെത്രയോ ആൾക്കാരുകളുണ്ട് അല്ലേ? ആ ആൾക്കാരുകളിൽ പലരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ലോകം ഒന്നുകൂടെ വലുതാക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മളിലെ ആ ഒരു ബാക്കി കാര്യങ്ങളും മടുപ്പും എല്ലാ കാര്യങ്ങളും പോകും. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമായിട്ട് ചുരുങ്ങാതിരിക്കുക എന്നുള്ളതാണ് മടി മാറ്റാനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ.